MLA നമുക്കൊപ്പം ചേരുന്നു. ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വരുന്നു. മാനന്തവാടി പോലെ ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയെ കടുവ കൊല്ലുന്നു എന്ന് പറയുക, ഇത് എങ്ങനെയാണ് ഈ ആശങ്ക മറികടക്കാൻ കഴിയുക? ഇത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഈ സാഹചര്യം? വളരെ വളരെ വിഷമകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഉപജീവനം നടത്തി ജീവിക്കുന്നതായ ഒരു സാധാരണ വളരെ പാവപ്പെട്ട കുടുംബം, ആ കുടുംബത്തിന്റെ ബ്രെഡ് വിന്നറിൽ ഒരാളായിട്ടുള്ള രാധ ഇന്ന് അവരുടെ ജീവൻ, നമ്മുടെ അനാസ്ഥയ്ക്ക് ജീവൻ ബലി കൊടുത്തിരിക്കുകയാണ്. അതാണ് അതിന്റെ രത്നച്ചുരുക്കം എന്നുള്ളത്. കാട്ടിനകത്താണെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാം, സർക്കാരിന് പറഞ്ഞു നിൽക്കാം, വനം വകുപ്പിന് പറഞ്ഞു നിൽക്കാം. കാടും നാടും വേർതിരിച്ച് കാടിനെ കാടായും നാടിനെ നാടായും നാട്ടുകാരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സങ്കടകരം എന്ന് പറയട്ടെ, തൊഴിലെടുക്കാൻ പോയി ആ തൊഴിൽ ഇടത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതില് നേരത്തെ വാഗേരിയിലെ പ്രജീഷിന്റെ ഒരു ക്ഷീര കർഷകനായിട്ടുള്ള പ്രജീഷ്, ആ പ്രജീഷിന്റെ ജീവൻ എടുത്തു എന്നുള്ളത് മാത്രമല്ല, അവനെ ഭക്ഷിക്കുന്ന സാഹചര്യം വരികയുണ്ടായി. ഏറെ സങ്കടകരമായ അനുഭവമാണ്. സമാനമായ അനുഭവമാണ് രാധയ്ക്കും ഉണ്ടായത്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്നതിനും അപ്പുറമുള്ള സങ്കടകരമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും വേദനയും രേഖപ്പെടുത്തുകയാണ്. ഇത് ഒന്നും രണ്ടും കാര്യമല്ല. പാക്കത്തെ പോള് മരിച്ചു, ചാലികത്തയിലെ അജീഷ് മരിച്ചു, തോൽപ്പട്ടിയിലെ ലക്ഷ്മണൻ മരിച്ചു, മേപ്പാടിയിലെ കുഞ്ഞറാൻ മരിച്ചു, അങ്ങനെ തുടങ്ങി രാധ മരിക്കുന്നു. ഓരോയിടത്തും ഓരോ മേഖലകളിലും നമ്മൾ സമാനമായ അനുഭവങ്ങൾക്ക് നേതൃത്വം വിധേയരാവുകയാണ്. സർക്കാരിന്റെ സാന്നിധ്യമുണ്ടോ? ട്രെഞ്ചിങ്ങും വാൾ ബിൽഡിങ്ങും അനുബന്ധ നടപടികളും ആനകൾക്കെതിരെ സ്വീകരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റനുബന്ധ നടപടികളുമായി ഇവിടെ കടുവയ്ക്കെതിരെ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടേ? അത്തരം ഒരു നിയന്ത്രണവുമില്ല. എന്റെ നിയോജകമണ്ഡലത്തിൽ 4 കടുവകൾ ഒരുമിച്ച് നടക്കുകയാണ്. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നമ്മൾ ഇത് നേരിട്ടുകൊണ്ടിരിക്കുക. ഇത് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി അസംബ്ലിയിൽ പറഞ്ഞത് നിസ്സംഗതയോടുകൂടിയാണ് മന്ത്രി പറഞ്ഞത്. ഒന്ന്, അക്രമം കുറയുന്നു എന്നുള്ളതായിരിക്കുന്ന വ്യാജ കാര്യം പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം മന്ത്രി പറഞ്ഞത് കാടിനകത്ത് വെച്ചുകൊണ്ട് മൃഗങ്ങളെ ആക്രമിച്ചാണ് അവർ പരിക്ക് പറ്റി പുറത്തേക്ക് വരുന്നത്. ആരാണ് ആക്രമിക്കുന്നത്? വാസ്തവ വിരുദ്ധമായ കാര്യം പറഞ്ഞ് വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിന്റെ ഏറ്റവും ഹീനമായ നിസ്സംഗമായ. അപ്പോഴും ശ്രീ ടി സിദ്ദിഖ്, സർക്കാർ തലത്തിൽ നിന്ന് എപ്പോഴും പറയുന്നത് ഈ നിയമം ഉയർത്തുന്ന ചില വെല്ലുവിളികളാണ്, ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു ഉത്തരവ് കിട്ടാൻ പോലും ദിവസങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇത് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായതാണ്. ഇതിലൊരു പ്രതിഷേധത്തിന്റെ ഒരു വഴിയിലേക്ക് കടക്കുന്നതിന് പകരം സംയുക്തമായിട്ട് ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു സാഹചര്യമൊന്നും പ്രതിപക്ഷം കാണുന്നില്ലേ? ഞാൻ പറയട്ടെ, ആരുടെ കൂടെയാണ് ഈ സംയുക്തം നിങ്ങൾ പറയുന്നത്? ആർക്കാണ് വെടിവെക്കാനുള്ളതായിരിക്കുന്ന അനുവാദം കൊടുക്കേണ്ടത് ആരാ? അനുവാദം കൊടുക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാരാണല്ലോ. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് നിയന്ത്രിക്കുന്നത് ആരാ? കേന്ദ്ര സർക്കാരാണ്? അല്ലല്ലോ. വനത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവന്ന് അവസാനം പിൻവലിക്കേണ്ടി വന്ന സർക്കാരാണിത്. ഇന്നലെ മന്ത്രി അസംബ്ലിയിൽ എന്താ പറഞ്ഞത്? അസംബ്ലിയിൽ വെച്ച് മന്ത്രി പറയുകയാണ്, ഒരു മടിയുമില്ലാതെ പറയുകയാണ്, വനത്തിനകത്ത് വെച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നതായിരിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ആരാ ഈ സംഘം? മുൻ പ്രതിപക്ഷ നേതാവിനും അറിയാമെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, ആരാ ഇത്? മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഒരു മറുപടിയും പറയാൻ പറ്റിയില്ല. അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, വന്യമൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുമ്പോ ആ വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അലാറം കൊടുക്കാൻ, മുന്നറിയിപ്പ് കൊടുക്കാൻ ആർക്കായി മുന്നറിയിപ്പ് സംവിധാനം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനല്ലേ? അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഈ ഉപയോഗപ്പെടുത്തി ഇതിനെതിരായിട്ടുള്ള നടപടികൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കാനുള്ള നടപടി വേണ്ടേ? സംസ്ഥാന സർക്കാരല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം മനുഷ്യനും വന്യമൃഗങ്ങളും നമ്മളെ സംഘടന ഇവിടെ നടക്കുന്നില്ല. ഏകപക്ഷീയമായ വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് നടക്കുന്നത്. നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സർക്കാർ. അല്ല, ഈ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷം ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആര് പറഞ്ഞു? ബഹുമാന്യനായ KC വേണുഗോപാൽ MP ഇന്ത്യൻ പാർലമെന്റിൽ വന്യമൃഗ ശല്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചല്ലോ. രാഹുൽ ഗാന്ധി സംസാരിച്ചല്ലോ. എത്ര തവണ കത്തുകൾ കൊടുത്തല്ലോ. ആരാ സമ്മർദ്ദം ചെലുത്താത്തത്? ഇത് കള്ളിക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായമെന്ന് ഇന്നലെ അസംബ്ലിക്കകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ.
കൊല്ലാനുള്ള സമയത്ത് കൊല്ലണം. ആക്രമകാരികളായിട്ടുള്ള മനുഷ്യനെ ആക്രമിക്കുന്നതായിരിക്കുന്ന മൃഗങ്ങളെ ഇതിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മൃഗത്തെയും ഉപദ്രവിക്കാൻ, ഉപദ്രവകാരികളായിട്ടുള്ള ഒരു മൃഗത്തെ കൊല്ലാൻ, ഉപദ്രവിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല. അവിടെയാണ് പ്രശ്നം. അവർക്ക് കേന്ദ്രത്തെ കുറ്റം പറയാൻ എളുപ്പമാണ്, കേന്ദ്രത്തിന് സംസ്ഥാനത്തെ കുറ്റം പറയാൻ എളുപ്പമാണ്. ജീവൻ നഷ്ടപ്പെടുന്നതോ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ജീവന് തെല്ലും വിലയില്ലാത്തതായ സാഹചര്യമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. എത്ര ആളുകൾ മരിച്ചു? കടുവ ഭക്ഷിക്കുകയാണല്ലോ. ഇതിനേക്കാൾ വലിയ ഭയാനകവും വേദനയുള്ള സന്ദർഭം വേറെ ഉണ്ടോ? ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അല്ല, ഇനിയിപ്പോ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉന്നയിക്കുക, അങ്ങനെ സമ്മർദ്ദത്തിലാക്കുക, അതാണോ ഉദ്ദേശിക്കുന്നത്? ഇനി ഇതിൽ നിങ്ങൾ കാണുന്ന ഒരു വഴി എന്താണ്? ഇന്നലെ ബഹുമാനപ്പെട്ട വനമന്ത്രി ഉത്തരവാദിത്തരഹിതമായി പച്ചക്കള്ളം അസംബ്ലിയിൽ പറഞ്ഞതായിരിക്കുന്ന മന്ത്രി, രാഷ്ട്രീയമായി രക്ഷപ്പെടാൻ നേതൃത്വം കൊടുത്ത മന്ത്രിയോട് മനുഷ്യത്വം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും നടപടി ഇവിടെ എടുത്തോ? ഇന്നലെ മന്ത്രി പറയാണ് രണ്ട് കാര്യം. ഒന്ന്, വനത്തിനകത്ത് വെച്ചുകൊണ്ട് ഒരു സംഘം, പ്രത്യേകമായ ഒരു സംഘം വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു ഏതായി സംഘം? ഞാനാ എഴുന്നേറ്റ് ചോദിച്ചേ. അപ്പം പറഞ്ഞു സിദ്ദിഖാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പ്രതിപക്ഷമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചു ആരാന്ന് പറയണം. അപ്പം പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ അറിയാം, മുൻ പ്രതിപക്ഷ നേതാവിനെ അറിയാന്ന്. അവര് ചോദിച്ചു ആരാന്ന്, അദ്ദേഹം പറഞ്ഞില്ല. ഞങ്ങൾ ചോദിച്ചു ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? അങ്ങനെ ആരാണെന്നുള്ള പറയണ്ടേ? രണ്ടാമത്തെ കാര്യം പറഞ്ഞു വന്യമൃഗ ആക്രമണത്തിന്റെ എണ്ണം കുറയാണ്. കള്ളം പറയുന്നു മന്ത്രി. ഉത്തരവാദിത്തരഹിതമായി ജനത്തോട് പ്രതിബദ്ധതയില്ലാതെ പാവപ്പെട്ട ആളുകളുടെ ജീവൻ വന്യമൃഗങ്ങൾ എടുക്കുമ്പോ ഉത്തരവാദിത്തരഹിതമായി പെരുമാറുകയാണ്. ഈ പെരുമാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം, ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം വളരെ ശക്തമായി ഉയരും. ജീവൻ എടുക്കുമ്പോ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറേണ്ട ഒരു ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല. ടി സിദ്ദിഖാണ് പ്രതികരിച്ചത്. എം എസ് അനീഷ് കുമാറിലേക്ക്. അനീഷ്, വലിയ